മീഖ പ്രവചനം 6-ാം അധ്യായം 6-ാം വാക്യം. എന്തൊന്ന് കൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു. ദൈവം ആരാധനയും ബഹുമാനവും സ്വീകരിപ്പാൻ യോഗ്യനാണ്. ദൈവത്തെ അല്ലാതെ മറ്റാരെയും മറ്റൊന്നിനെയും നമസ്കരിക്കാൻ പാടില്ല. ദൈവത്തെ ആരാധിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് ഈ നിമിഷം വരെ അവിടുന്ന് നമുക്കായി ചെയ്ത പ്രവൃത്തികളാണ്. എന്നാൽ നാം എത്ര തന്നെ സ്തുതിച്ചാലും എന്തു തന്നെ നൽകിയാലും അതൊന്നും ദൈവം ചെയ്തതിന് പകരമാവുകയില്ല. പ്രത്യുപകാരമെന്ന നിലയ്ക്കല്ല നാം ദൈവത്തെ ആരാധിക്കേണ്ടത്, പിന്നെയോ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാകണം. നാം ഉൾപ്പെടെ സകലവും ദൈവത്തിൻ്റെതാകയാൽ ഒരു വസ്തുവകകളും നൽകി ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് പ്രതിഫലം നൽകാനാവുകയില്ല. എന്നാൽ ഏറ്റവും വലിയ ആരാധന നമ്മെ തന്നെ ദൈവത്തിന് അർപ്പിക്കുന്നതാണ്. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ജീവിതം നമ്മിൽ ഉണ്ടാവുകയാണ് വേണ്ടത്. ദൈവവചനം അനുസരിച്ച് വിശുദ്ധിയോടെ ജീവിക്കുന്നതാണ് ഏറ്റവും ദൈവം ആഗ്രഹിക്കുന്നതും നമുക്ക് നൽകാനാവുന്നതുമായ ശ്രേഷ്ഠമായ ആരാധന. മറ്റെന്തെല്ലാം നൽകിയാലും നമ്മെ നൽകാത്തിടത്തോളം നാം ദൈവത്തിന് പ്രസാദം വരുത്തുകയില്ല. നമ്മുടെ നിത്യതയും ഇതിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. മറ്റെന്തെല്ലാം നാം ദൈവത്തിനായി ചെലവിട്ടാലും നമ്മുടെ ജീവിതം ദൈവത്തിന് സ്വീകാര്യമായ നിലയിൽ അർപ്പിക്കാനാവുന്നില്ലെങ്കിൽ നാം തൻ്റെ സന്നിധിയിൽ നിന്ന് എന്നേക്കുമായി നഷ്ടപ്പെട്ടവരായിത്തീരും. നമ്മുടെ ജീവിതം എന്ന വിശ്വാസ കപ്പൽ ലോകമോഹങ്ങളുടെ തിരകളിൽ മുങ്ങിത്താഴാനുള്ളതല്ല. ദൈവകൃപയുടെ തുഴയും പ്രത്യാശയുടെ നങ്കൂരവും അതിനെ ഉറപ്പിച്ച് മുന്നോട്ട് നയിക്കട്ടെ. അത്യുന്നതനായ ദൈവത്തിന് മുമ്പാകെ കൊണ്ടുചെല്ലാൻ കഴിയുന്ന ശ്രേഷ്ഠമായതൊന്നും ഇല്ലെങ്കിലും തൻ്റെ പുത്രൻ മുഖാന്തരം നമ്മെ സ്നേഹിച്ച ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് തന്നെ തൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാം. ഗോഡ് ബ്ലെസ് യു.